Hi friends, Domain of Physics in the മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ +2 പ്രാക്ടിക്കൽ എക്സാമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഏകദേശം അല്ലേ. അതായത് +2 പ്രാക്ടിക്കൽ എക്സാം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു 90-95% എന്താണ് ഉറപ്പായി. അപ്പോൾ വളരെ ടെൻസ്ഡ് ആയിട്ടായിരിക്കും പല സ്റ്റുഡൻസ് ഇരിക്കുക, പല വിദ്യാർത്ഥികൾ ഇരിക്കുന്നത്, നമ്മുടെ പല കൂട്ടുകാരും ഇരിക്കുന്നത് +2 പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടായിരിക്കും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം +2 പ്രാക്ടിക്കൽ എക്സാം നടത്തുന്നത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തക്ക രീതിയിൽ തന്നെ ആയിരിക്കും. അതായത് +2 പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്കും ഉറപ്പായിട്ടും ഗ്യാരണ്ടിയാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഈ എല്ലാ സബ്ജക്റ്റിൻ്റെയും 40 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിന് 35 മാർക്ക് മുതൽ 40 മാർക്ക് വരെ ആയിരിക്കും എല്ലാവരുടെയും മാർക്ക്. അതിൽ കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 40 മാർക്കും കിട്ടും, ഒരു സംശയവും വേണ്ട. അപ്പോൾ ആ 40 മാർക്കും സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിയെടുത്താലേ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ, അതായത് പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഫിസിക്സിൻ്റെ കാര്യത്തിൽ നല്ല, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക്, പ്രാക്ടിക്കലിൻ്റെ ഫുൾ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫിസിക്സിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതായത് ഫിസിക്സിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഫിസിക്സിൻ്റെ കാര്യം പറയുന്നു. ഏകദേശം ഇതേ കാര്യം തന്നെയാണ് എല്ലാ സബ്ജക്റ്റിനും. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മറ്റ് സബ്ജക്റ്റുകളെ കുറിച്ച് പറയാൻ അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, ഫിസിക്സിൻ്റെ കാര്യം മാത്രം പറയാം. അപ്പോൾ നിങ്ങൾ ഇത്രയും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് പോയാൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള പല സ്റ്റുഡൻസും, അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഒരുപാട് വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ വരുന്ന കമൻറ്റുകളും വാട്സാപ്പിൽ വരുന്ന മെസ്സേജസ് ആയാലും എല്ലാം ഏറ്റവും കൂടുതലും പ്രാക്ടിക്കൽസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. പലരും പ്രാക്ടിക്കലിനെ കുറിച്ച് ആലോചിച്ച് വളരെ ടെൻസ്ഡാണ്. അപ്പോൾ അത്രയ്ക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. പ്രാക്ടിക്കൽ എക്സാം നമുക്ക് നല്ല സിമ്പിളായിട്ട് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, മാർക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ നോർമലി പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നെങ്കിൽ പോലും, അതായത് കോവിഡ് ഒന്നും ഇല്ലാതെ നോർമലി നമ്മൾ +2 ഒക്കെ പഠിച്ച് എക്സാമൊക്കെ എഴുതി പ്രാക്ടിക്കൽ എക്സാമിന് പോയാൽ പോലും +2 പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് വളരെ വിഷയമുള്ളൊരു കാര്യമേ അല്ല. നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാം. ഇതെല്ലാ സബ്ജക്റ്റിനും ബാധകമാണ്, ഞാൻ ഫിസിക്സിൻ്റെ കാര്യം മാത്രം പറയുന്നു മാത്രം. ഓക്കെ, അതായത് നമ്മളൊരു പ്രാക്ടിക്കലിന് കയറുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിന് കയറുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് 2 എക്സ്പെരിമെൻ്റ് ആണുള്ളത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു എക്സ്പെരിമെൻ്റ് എന്നാണ്. അപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. ആ എക്സ്പെരിമെൻ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. 40 മാർക്കിനാണ് ആ എക്സ്പെരിമെൻറ്റ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരെ ലാബിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ടാകും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ചധികം ക്വസ്റ്റ്യനുകളുണ്ടാവും. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായിരിക്കും നമ്മൾ ചെയ്യേണ്ട പ്രാക്ടിക്കലിൻ്റെ ക്വസ്റ്റ്യൻ. നമുക്ക് ചിലപ്പോൾ അറിയാവുന്ന നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ള പ്രാക്ടിക്കലാവാം, ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ലാബിൽ ചെയ്യാത്ത പ്രാക്ടിക്കലാവാം. അതിനുള്ള സാധ്യത കുറവാണ്. കാരണം ഓരോ സ്കൂളുകളും ചെയ്യിപ്പിച്ചുള്ള അല്ലെങ്കിൽ സ്കൂളുകാർ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് ചെയ്യിപ്പിച്ചിട്ടുള്ള പ്രാക്ടിക്കൽസ് ആയിരിക്കും സ്കൂളിലെ ടീച്ചേഴ്സ് സജസ്റ്റ് ചെയ്യാം. അതായത് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് പ്രാക്ടിക്കലിന് വെക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സ്കൂളിലെ ടീച്ചർ തന്നെയാണ്. കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്നത്. ഒരു സ്കൂളിൽ ഏതൊക്കെ പ്രാക്ടിക്കൽ, ഇപ്പോൾ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ അവിടെ ഏതൊക്കെ പ്രാക്ടിക്കൽസ് ആണോ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുള്ളത് ആ ഒരു പ്രാക്ടിക്കൽസ് ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുക എപ്പോഴും എക്സാമിന് വയ്ക്കാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽസ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യാം എക്സാമിന് ചോദിക്കാം. ഇനി ഇൻ കേസ് നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റും ചെയ്തിട്ടില്ല, ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ നേരെ ഹാളിൽ ചെന്ന് കയറുന്നു, എക്സാം ഹാളിലേക്ക് കയറണം അല്ലെങ്കിൽ ലാബിലേക്ക് കയറണം, നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നു, നമ്മൾ നേരെ ചെല്ലുന്നു. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുത്ത് എഴുതുക. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കതിനെ എയിം എന്ന് പറയാം. എയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് എക്സ്പെരിമെൻ്റ് ആണോ തന്നിരിക്കുന്നത്, ചിലപ്പോൾ സ്ക്രൂ ഗേജ് ആവാം, ചിലപ്പോൾ വെർനിയർ കാലിപ്പേഴ്സ് ആവാം, ചിലപ്പോൾ കോൺകേവ് മിറർ ആവാം, കോൺവെക്സ് മിറർ ആവാം, അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ആവാം, അങ്ങനെ ഏത് വേണമെങ്കിലും ആകാം. ഏത് എക്സ്പെരിമെൻ്റ് ആണോ ആ ക്വസ്റ്റ്യൻ അങ്ങോട്ടേക്ക് എഴുതാം. ദെൻ നമ്മൾ ആ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അപ്പാരറ്റസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അപ്പാരറ്റസ് ഏതൊക്കെയാണ് എന്ന് പഠിച്ചുകൊണ്ട് പോവുക. ഇതൊന്നും നമ്മൾ ലാബിൽ ചെല്ലേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് പഠിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ആ അപ്പാരറ്റസ് ഏതൊക്കെയാണെന്ന് എഴുതാം. ദെൻ മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ തിയറി പാർട്ട് എഴുതുക എന്നുള്ളതാണ്. തിയറി പാർട്ട് ഒരു പേപ്പറിലേക്ക് എഴുതാം. അപ്പോൾ തിയറി പാർട്ട് എഴുതുമ്പോൾ നിങ്ങൾ വളരെ വിശാലമായിട്ട് തിയറി പാർട്ട് പഠിച്ചിട്ട് പോവുകയൊന്നും വേണ്ട. ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻസ് ആണോ ആവശ്യമായിട്ടുള്ളത് ആ ഇക്വേഷൻ മാത്രം എഴുതുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ പെൻഡലത്തിൻ്റെ കേസ് ആണെങ്കിൽ നമുക്ക് ജി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ജിയുടെ ഇക്വേഷൻ അതായത് ടി ഈസ് ഈക്വൽ ടു 2π × √L/g എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് g = നമുക്ക് 4π² × L/t² എന്ന ഇക്വേഷൻ കിട്ടും.
4π/5² × L/T². ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തിയറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G = 4π² × L/T², വേറെ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ്. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഏതാണോ നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ ഏതാണോ ആ ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷൻസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ക്വാണ്ടിറ്റികളും എന്താണെന്നുള്ളത് എഴുതാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ടാബുലാർ കോളം ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. ടാബുലാർ കോളം, ഓക്കെ. ആ ടാബുലാർ കോളം അങ്ങോട്ട് റഫായിട്ട് വരച്ച്, റഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബുലാർ കോളത്തിനകത്ത് റീഡിങ്സ് ഒന്നും വേണ്ട, ജസ്റ്റ് ആ ടാബുലാർ കോളം ഒന്ന് വരച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് അതിന് ഏതെങ്കിലും ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ച് വയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 30 മാർക്കിന് മുകളിൽ കിട്ടും. കറക്റ്റായിട്ട് നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട. അതായത് ഒന്നും അറിയത്തില്ല, ഒന്നും അറിയില്ല എങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ, ഇത് നമുക്ക് ലാബിൽ പോകേണ്ട കാര്യമില്ല, നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതും പഠിക്കാൻ വളരെ സിമ്പിളാണ്. ഒരു എക്സ്പെരിമെൻറ്റിന് ഒരു 10 മിനിറ്റ് വേണ്ട ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു എക്സ്പെരിമെൻറ്റ് പഠിക്കാൻ അത് എങ്ങനെയാണെന്ന് ഞാൻ ഓരോ എക്സ്പെരിമെൻ്റായിട്ട് ചെയ്യാം. ഓരോ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ പറയുന്ന ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എയിം, അപ്പാരറ്റസ്, തിയറി, അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റിൽ താഴെ മാത്രം നമുക്ക് സമയം മതിയാവും ഒരു എക്സ്പെരിമെൻറ്റിനും. നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് എക്സ്പെരിമെൻ്റ് ഒന്നും കാണില്ല. നിങ്ങൾ ഓരോ സ്കൂളിലും ചിലപ്പോൾ മാക്സിമം ഒരു 3-4 എക്സ്പെരിമെൻ്റ് ആയിരിക്കും പഠിച്ചുകൊണ്ട് വരാൻ പറയാം. അല്ലെങ്കിൽ പോട്ടെ ഒരു 5 എക്സ്പെരിമെൻറ്റ് പഠിക്കുക, അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും എന്ന് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് പറയും. സ്കൂളിലെ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ മതി ഏതൊക്കെ എക്സ്പെരിമെൻ്റാണ് ടീച്ചേഴ്സ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ അവർ ഉറപ്പായിട്ടും കുറച്ച് എക്സ്പെരിമെൻറ്റ് പറഞ്ഞു തരും. മിനിമം ഒരു 5 എക്സ്പെരിമെൻ്റ് ഒക്കെ വേണ്ടി വരും. മാക്സിമം ഒരു 5 എക്സ്പെരിമെൻ്റ് ഒക്കെ പഠിക്കാൻ പറയത്തുള്ളൂ. ആ ഒരു 5 എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ഇതുപോലെ പഠിക്കുക. മൊത്തത്തിൽ 1 മണിക്കൂർ മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ 5 എക്സ്പെരിമെൻറ്റ് ഇതേ കണക്ക് ഇത്രയും പഠിക്കാം. അപ്പോൾ ആ 5 എക്സ്പെരിമെൻറ്റിൽ ഏത് നിങ്ങളോട് എക്സാമിന് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 40-ൽ 30-ന് മുകളിൽ മാർക്ക് അവിടെ കൺഫേം ആണ്. ഇത്ര എഴുതി കഴിയാൻ നേരെ ഇത് എന്ത് ചെയ്യുക, നമ്മുടെ എക്സാമിനെ കൊണ്ട് കാണിക്കുക. അതായത് എക്സാം ഹാളിൽ നിൽക്കുന്ന ടീച്ചറിനെ കൊണ്ട് കാണിക്കുക. ടീച്ചർ ജസ്റ്റ് ഒന്ന് വാല്യൂ ചെയ്തിട്ട് പോയി എക്സ്പെരിമെൻറ്റ് ചെയ്തോളാൻ പറയും. ഇനി നമ്മളാണ് എക്സ്പെരിമെൻറ്റ് പ്രാക്ടിക്കലിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 40 മാർക്കാണ് പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്. അതിൽ ഞാൻ പറയുന്നത് റൂളല്ല, റൂൾ അനുസരിച്ച് 30 മാർക്ക് കിട്ടില്ല. ഞാൻ ഈ ഒരു സിറ്റുവേഷനിലെ കാര്യമാണ് പറയുന്നത്. ഈ 40 മാർക്കിൽ ഈ 30 മാർക്ക് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? തിയറി പോർഷനിൽ നിന്ന് കിട്ടിയതാണ്. വെറുതെ കിട്ടും ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട്. കാരണം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള കടുംപിടുത്തമൊന്നും എന്ത് ചെയ്യത്തില്ല, എക്സാമിന് നടത്തത്തില്ല. അതായത് നിങ്ങളെ ഭയങ്കരമായിട്ട് മാർക്ക് കുറയ്ക്കാനൊന്നും എക്സാമിന് ശ്രദ്ധിക്കില്ല. ഓക്കെ, പരമാവധി മാർക്ക് നിങ്ങൾക്ക് തരും. കാരണം എല്ലാ ടീച്ചേഴ്സിനും അറിയാം ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സ്കൂളിലും പ്രാക്ടിക്കൽസ് ഒന്നും നല്ലതുപോലെ ചെയ്തിട്ടുണ്ടാവില്ല, ചെയ്യാത്ത സ്കൂൾ വരെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 30 മാർക്കോളം അവിടെ തന്നെ കിട്ടി. പിന്നീട് പോയാൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഇനി എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പെരിമെൻറ്റ് റിസൾട്ട് തെറ്റായിരിക്കും വരിക, അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരു രീതി നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇപ്പോൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻറ്റ്, ഇപ്പോൾ മറ്റൊരു എക്സ്പെരിമെൻറ്റ് കോൺകേവ് മിററിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന രീതിയിൽ നിന്ന് റിസൾട്ട് ഇൻ കേസ് തെറ്റാണ് എങ്കിൽ പോലും, റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയെന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 35 മാർക്കിൽ കൂടുതൽ കിട്ടിയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ എല്ലാ എക്സ്പെരിമെൻറ്റും, അതായത് നിങ്ങൾക്ക് ഏതൊക്കെ എക്സ്പെരിമെൻ്റ് ആണോ പഠിക്കാനുള്ളത് ആ എക്സ്പെരിമെൻറ്റുകളുടെ എല്ലാം തിയറി പാർട്ട് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. ഈ തിയറി പോർഷൻസ്, അതായത് നമ്മൾ പേപ്പറിലേക്ക് എഴുതിയെടുക്കേണ്ട ഈ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോകുക. ഇതിനകത്തൊരു കോംപ്രമൈസ് വരുത്തരുത്. കാരണം 1 മണിക്കൂർ ചിലവഴിച്ചാൽ മതി, നിങ്ങൾക്ക് 40 മാർക്കും കിട്ടും. പിന്നീട് ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെയൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ സാധാരണ നിങ്ങൾക്ക് തരുന്ന എല്ലാ എക്സ്പെരിമെൻറ്റ്, ഇപ്പോൾ സ്ക്രൂ ഗേജ് ആയാലും വെർനിയർ ആയാലും കോൺകേവ് മിറർ ആയാലും കോൺവെക്സ് ലെൻസ് ആയാലും ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഇക്വേഷൻസ് ക്വസ്റ്റ്യനുകളാണ്. പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും, റിസൾട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് ഏകദേശമൊക്കെ ഒന്ന് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെരിമെൻറ്റ് റിസൾട്ടിലേക്ക് എത്തിച്ചേരാനും പറ്റും. ബുദ്ധിമുട്ടുള്ള എക്സ്പെരിമെൻ്റ് ഒന്നും എക്സാമിന് വെക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ, ഇലക്ട്രോണിക്കിനകത്ത് വരുന്നത് മിക്കവാറും ഓംസിലോ മാത്രമായിരിക്കും വയ്ക്കുക. മീറ്റർ ബീജും പൊട്ടൻഷ്യൽ മീറ്ററൊക്കെ വെക്കാനുള്ള സാധ്യത കുറവാണ്, ഓംസിലോ ആയിരിക്കും വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊന്ന് പഠിച്ചുകൊണ്ട് പോയാൽ ഫുൾ മാർക്ക് നമുക്ക് എന്തിനും നേടാൻ പറ്റും, പ്രാക്ടിക്കലിന് നേടാൻ പറ്റും. ഇത് ഞാൻ ഫിസിക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് കെമിസ്ട്രിയിൽ നമുക്ക് അതിൻ്റെ തിയറി പോർഷനിൽ പഠിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പിന്നീട് വേണമെങ്കിൽ വൈവയും കാണും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെയും തിയറി പാർട്ട് നമ്മൾ +1 +2 പഠിച്ചതാണ്. ആ തിയറി പാർട്ടുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആ തിയറി പാർട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വൈവയും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ 35 മാർക്കിന് മുകളിലും, ഞാൻ 35 മാർക്ക് എന്ന് പറയുന്നത് എല്ലാ സ്റ്റുഡൻസും കൂടെ ചേർത്തിട്ടാണ്. അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് 40 മാർക്കും കിട്ടും. അതുകൊണ്ട് +2 പ്രാക്ടിക്കലിനെ കുറിച്ച് നിങ്ങൾ പേടിക്കുകയേ വേണ്ട.
പിന്നീട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഓൾറെഡി സ്ക്രൂ ഗേജിൻ്റെയും വെർനിയറിൻ്റെയും ക്ലാസ് തന്നിരുന്നു. അതായത് പ്രാക്ടിക്കലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാൻ, നിങ്ങൾ അവിടെ പോയി കാണാം. അവിടെ ഞാൻ രണ്ടെണ്ണത്തിന് തന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചത് ഓംസിലൂടെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും മിറേഴ്സും ലെൻസൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതും സിമ്പിൾ പെൻഡലം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു പ്രോബ്ലം ചെയ്ത് തരണമെന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകളൊന്നും നടത്തുന്ന ആളൊന്നുമല്ല. അപ്പോൾ അല്ലാണ്ട് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ കയ്യിൽ എല്ലാ ഡിവൈസും എക്യുപ്മെൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ലാബ് ലേറ്റ് ആവുന്നത്. ഇൻ കേസ് ഞാൻ നോക്കുന്നുണ്ട് മാക്സിമം 2 ദിവസത്തിനുള്ളിൽ, ഇന്ന് നാളെയും മറ്റന്നാളുമായിട്ട് നമുക്ക് ബാക്കിയുള്ള നിങ്ങൾ ഈ പറയുന്ന ബാക്കിയുള്ള എക്സ്പെരിമെൻറ്റ്സ് എല്ലാം ഞാൻ എക്യുപ്മെൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് പഠിച്ചുകൊണ്ട് പോകണം, എങ്ങനെയാണ് ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു രീതിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ അടുത്ത 2 ദിവസങ്ങളിലായിട്ട് വീഡിയോസായിട്ട് ചെയ്തു തരാം. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാം. പരമാവധി ഞാൻ ആ എക്യുപ്മെൻറ്റ്സ് വെച്ച് പ്രാക്ടിക്കലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കാര്യവും പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ +2 എക്സാം എഴുതിയ അതേ കോൺഫിഡൻസോട് കൂടി, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് വെച്ചുകൊണ്ട് നമ്മൾ എക്സാം എഴുതിയ അതിനേക്കാൾ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് പോവുക. ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. കൂടിപ്പോയാൽ നിങ്ങൾക്ക് കുറയുന്ന മാർക്ക് 1 അല്ലെങ്കിൽ 2 മാർക്കായിരിക്കും. 1-2 മാർക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുക, ഇനി നിങ്ങൾ ലാബ് കണ്ടിട്ടില്ല എങ്കിൽ പോലും. അതുകൊണ്ട് ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട്. അപ്പോൾ പേടിക്കുകയേ വേണ്ട. ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് ബേസിക് കാര്യങ്ങൾ, അതായത് അതിൻ്റെ തിയറി പോർഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചിട്ട് പോയി എക്സാമിന് ചെല്ലുക. ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. വരും ദിവസങ്ങളിൽ ഞാൻ ബാക്കിയുള്ള പ്രാക്ടിക്കൽസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കാണിക്കാം. ഇല്ലെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് പഠിച്ചെടുക്കാം, എങ്ങനെയാണ് ലാബ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം കാണാം.